ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് ഫൈബർ, എയർ ഫൈബർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ആക്ച്വലി ഇതൊരു ടെക്നിക്കൽ വീഡിയോ അല്ല, ഇത് എല്ലാവർക്കും കാണാവുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ടാവും. ഇപ്പോൾ ജിയോയിൽ നിന്നായാലും എയർടെലിൽ നിന്നായാലും ഒക്കെ എയർ ഫൈബർ എടുക്കുക, എയർ ഫൈബർ നല്ലതാണ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോഴാണെങ്കിൽ ആ പേരിലൊരു എയർ ഫൈബർ ഉണ്ട്, അല്ലെങ്കിൽ എയറിൽ വരുന്ന ഫൈബറാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അട്രാക്ഷൻ ആ പേരിലുണ്ട്, എയർ ഫൈബർ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് എന്തെടുക്കണം? അപ്പോൾ നിലവിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഫൈബർ കണക്ഷൻ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ, വൈഫൈ കണക്ഷൻ പുതിയതായിട്ട് എടുക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുമ്പോൾ എയർ ഫൈബർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഫൈബർ വേണോ എയർ ഫൈബർ വേണോ എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ അതിൻ്റെ എന്താണെന്ന് ഞാൻ ആ രണ്ടിൻ്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഫൈബർ കണക്ഷൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നോർമലി നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഫൈബർ കേബിൾ ഉപയോഗിച്ച്, പണ്ട് കോയാക്സിലായിരുന്നു, ഇപ്പോൾ ഫൈബർ കേബിൾ ഉപയോഗിച്ച് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റിൽ നിന്നും അവർ ഫൈബർ കേബിൾ വലിച്ച് നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഒരു മോഡം വെച്ച് ആ മോഡത്തിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ആ ഒരു നെറ്റ് സാധ്യമാക്കുന്ന ഒരു നോർമൽ ഫൈബർ പ്രോസസ്സാണ് അപ്പം ഫൈബർ കണക്ഷനിൽ വരുന്നത്. എന്നാൽ നമുക്ക് എയർ ഫൈബറിലോട്ട് വരുമ്പോൾ എയർ ഫൈബറിൽ ഈ ഒരു ആ ഒരു തൊട്ടടുത്തുള്ളൊരു പോസ്റ്റിൽ നിന്ന് കേബിൾ വലിച്ചല്ല നമുക്ക് ആ ഒരു കണക്ഷൻ തരുന്നത്. എയർ ഫൈബറിൽ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ എയറിലാണ്, ബൈ എയറാണ് ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് തൊട്ടടുത്തുള്ളൊരു ടവർ, ഫോർ എക്സാമ്പിൾ ജിയോൻ്റെ ആയാലും എയർടെലിൻ്റെ ആയാലും ആ ഒരു തൊട്ടടുത്തുള്ളൊരു ടവർ, ആ ഒരു ഡയറക്ഷനിലോട്ട് നമ്മളൊരു ഓഡിയോ വയ്ക്കുന്നു. ചിലത് സിം സപ്പോർട്ടഡ് ആയിരിക്കാം, ചിലതല്ലാതെ ആയിരിക്കാം. ആ ഒരു ഓഡിയോ മീൻസ് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് നമ്മുടെ ആ ഒരു വീടിൻ്റെ മുകളിലായിട്ട് വെക്കുന്നു. ആ വച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടവറിൽ നിന്ന് ആ ഒരു കണക്ടിവിറ്റി പിടിച്ചെടുക്കുകയും, അതായത് ബൈ എയർ ആ ഒരു കണക്ടിവിറ്റി പിടിച്ചെടുക്കുകയും അത് നേരെ ഒരു കേബിൾ മുഖേന നേരെ താഴത്തോട്ട് വരുന്നത്, അതായത് ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് നേരെ ഒരു കേബിൾ താഴത്തോട്ട് വരുന്ന അവിടെ ഒരു റൗട്ടർ വെച്ച്, അതായത് അവിടെയും റൗട്ടർ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ എന്തുപയോഗിക്കാൻ സാധിക്കും, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എയർ ഫൈബർ എന്ന് പറയുന്നത്. എയർ ഫൈബറിൽ ടി വിയും വരുന്നുണ്ട്, അതായത് കേബിൾ ടി വിയും സെറ്റ് ടോപ്പ് ബോക്സ് ഉൾപ്പെടെ വെക്കുന്ന പ്ലാനുകളുണ്ട്. ഐ മീൻ സെറ്റ് ടോപ്പ് ബോക്സ് അല്ല, ഓട്ടോമാറ്റിക്കലി ടി വിയിൽ നമുക്ക് ആ ഒരു കേബിൾ ചാനലുകൾ, OTT ചാനലുകളൊക്കെ കിട്ടുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് എയർ ഫൈബറിൽ പറ്റും. ഫൈബറിൽ നോർമൽ രണ്ടിലും അൾട്ടിമേറ്റ്ലി വൈഫൈ ആണ് വരുന്നത്, അതായത് രണ്ടിലും ആ ഒരു വൈഫൈ കണക്ടിവിറ്റി തന്നെയാണ് സാധ്യമാകുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു എയർ ഫൈബർ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫൈബർ എടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിതിനകത്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്പീഡ്, ഫൈബർ എന്നല്ല, ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്, സ്പീഡാണ്. സ്പീഡിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കൂടുതൽ സ്പീഡ് ആവശ്യമുള്ളൊരു കസ്റ്റമറാണ്, അതായത് നിങ്ങൾക്ക് ഒരുപാട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസാണ്, ആ ഓഫീസിൽ ഒരുപാട് ഡിവൈസുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫൈബർ ആയിരിക്കും കൂടുതൽ ഉത്തമം. കാരണം ഫൈബറിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്, 1 Gbps വരെയൊക്കെ സ്പീഡ് നിലവിൽ പ്രൊവൈഡർമാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡ് കൂടുതൽ വരുന്നത് ഫൈബറിലായിരിക്കും. എന്നാൽ എയർ ഫൈബറിൽ വരുമ്പോൾ അതിൽ സ്പീഡ് 100 Mbps വരെയാണ്, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് വരുന്നത് 100 Mbps വരെയാണ്. നോർമലി 30 Mbps പ്ലാനുകൾ, അതായത് 30 Mbps പ്ലാനുകളാണ് എയർ ഫൈബർ കൊടുക്കുന്നത്. ജിയോ ആയാലും എയർടെൽ ആയാലും. പിന്നെ 100 Mbps വരെയുള്ള പ്ലാനുകളും നിലവിലുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു എയർ ഫൈബറിലും വരുമ്പോൾ സ്പീഡിൻ്റെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ സ്പീഡിൽ കൂടുതൽ ബെറ്റർ ഫൈബറാണ് എയർ ഫൈബറിനേക്കാളും. അതുപോലെ തന്നെ ഒരു ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ, ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് ഫൈബർ ഇല്ലാത്ത സ്ഥലങ്ങളാണെന്ന് വിചാരിക്കുക, അതായത് ഫൈബർ കണക്ഷൻ പറ്റില്ല, അതായത് അവിടെ ഒരു കേബിൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫീസിബിൾ അല്ല. നമ്മൾ ജിയോയിൽ വിളിച്ചു, എയർടെല്ലിൽ വിളിച്ചു, കേരള വിഷനിൽ വിളിച്ചു, അവരൊക്കെ പറയുകയാണ് അവിടെ ഫൈബർ കേബിൾ വന്നിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എയർ ഫൈബറേ ഉള്ളൂ. കാരണം അവിടെ ഒരു 5G സിഗ്നലുള്ള സ്ഥലമാണെങ്കിൽ, എയർ ഫൈബറിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, അതായത് 5G സിഗ്നൽ അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ മൊബൈലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് 5G നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണോ 5G നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണോ എന്ന് 5G മൊബൈലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ 5G നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എയർ ഫൈബർ ലഭിക്കും. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ഈ ഒരു ഫൈബർ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്നില്ല, നമ്മുടെ വീട്ടിൽ വൈഫൈ ഇല്ല, വൈഫൈ എടുക്കാൻ നോക്കിയിട്ടും ഫൈബർ ഇല്ലാത്തതുകൊണ്ട് കണക്ടിവിറ്റി കിട്ടാത്ത അവസരങ്ങളിൽ ഒരു റൂറൽ ഏരിയകളിലൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഹിൽ ഏരിയകളിൽ, അതായത് ഒരു മലമുകളിലോ അല്ലെങ്കിൽ അത്ര റിമോട്ട് ഏരിയകളിലൊക്കെ ആ ഒരു ഫൈബർ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് എയർ ഫൈബർ. പിന്നെ അതിൻ്റെ ലേറ്റൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലേറ്റൻസി ആക്ച്വലി നോർമൽ ആൾക്കാർക്ക് അറിയണമെന്നില്ല. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന ആ ഒരു പാക്കറ്റ് പോയി തിരിച്ചു വരുന്നത്, അതായത് നമുക്ക് റിപ്ലൈ കിട്ടുന്ന ആ ഒരു ടൈം, ആ ഒരു ലേറ്റൻസി ടൈം, പോയി വരുന്ന ആ ഒരു സ്പീഡ് തന്നെയാണത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വരുന്നത്
ഫൈബറിലാണ്. അതിലും ഫൈബറിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ലേറ്റൻസി നിങ്ങൾക്ക് ലഭിക്കുക. എയർ ഫൈബറിൽ ആക്ച്വലി ലേറ്റൻസി ആ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് എയർ ഫൈബറിന് ഒരു ക്ലൈമറ്റ് ചേഞ്ച്, വെതർ ചേഞ്ചും, ഒരു ഹെവി റെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് ആ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കവർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിൽ കാര്യങ്ങളിലൊക്കെ ആ ലേറ്റൻസിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ അവിടെയും ആ ഒരു ഫൈബർ തന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ കോസ്റ്റിൽ പറയുകയാണെങ്കിൽ, കോസ്റ്റ് അതായത് നമുക്ക് എത്ര ചിലവാക്കണം എന്ന് പറയുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫൈബറും എയർ ഫൈബറും ഏകദേശമൊക്കെ ഒരു റേറ്റൊക്കെ തന്നെയാണ്. അതായത് വലിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയില്ല. കോസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ്റനൻസിൽ എനിക്ക് തോന്നുന്നു അതും കൂടുതൽ ഫൈബർ തന്നെയാണ് ബെറ്റർ എയർ ഫൈബറിനേക്കാളും മെയിൻ്റനൻസ് കുറവ് വരുന്നത് ഫൈബറിലാണ്. എയർ ഫൈബറിലാണ് കുറച്ചും കൂടി ആ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കണ്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ കൂടുതലും കംപ്ലൈൻറ്റ് കുറവും അല്ലെങ്കിൽ കൂടുതൽ സ്പീഡ് ലഭിക്കുന്നതും ലേറ്റൻസി ലഭിക്കുന്നതൊക്കെ ഫൈബറിന് തന്നെയാണ്, എയർ ഫൈബറിനെ അപേക്ഷിച്ച്. എയർ ഫൈബറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥലത്ത് ആ എയർ ഫൈബർ എത്തിയിട്ടില്ലെങ്കിൽ, എയർ ഫൈബറല്ല ഫൈബർ എത്തിയിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് എയർ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫൈബർ കണക്ടിവിറ്റി ആദ്യം നോക്കുക. ഫൈബറിൽ നമുക്ക് കണക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇൻ കേസ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എയർ ഫൈബറിലോട്ട് നോക്കുക. എയർ ഫൈബർ മോശമൊന്നുമല്ല, പക്ഷേ കൂടുതൽ അഡ്വാൻറ്റേജസും കൂടുതൽ ഗുണങ്ങളൊക്കെ ഫൈബറിന് തന്നെയാണുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ തീർച്ചയായിട്ടും ഫൈബർ തന്നെയാണ് നല്ലത്. അപ്പോൾ കഴിയുന്നതും ഫൈബർ തന്നെ എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരം ഒരു സാഹചര്യമല്ല, കേബിൾ വന്നിട്ടില്ല നമ്മുടെ ഏരിയയിലെങ്കിൽ തീർച്ചയായിട്ടും എയർ ഫൈബറും മോശമൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കണക്ഷൻസ്, പുതിയ കണക്ഷൻസ് കേരളത്തിൽ എവിടെയായാലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ എയർ ഫൈബർ സ്പേസ് ലൊക്കേഷൻ ഏതാണോ നിങ്ങളുടെ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഈ ഒരു നമ്പറിലോട്ട് അയച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഫീസിബിലിറ്റി ഓക്കെ ആണെങ്കിൽ അതായത് ടീമിന് ഫോർവേഡ് ചെയ്തവരത് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.